ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈക്കോളജിയിലൂടെയാണ്. സൈക്കോളജി എന്ന് പറയുന്ന വിഷയം നമുക്ക് കേട്ടറ്റ് പരീക്ഷയ്ക്ക് 30-ൽ കൂടുതൽ മാർക്കിന് ചോദ്യം വരും. 35 മാർക്കോളം നമുക്ക് സൈക്കോളജി പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ്. സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിന് 30 മാർക്കും, പിന്നെ അതല്ലാതെ മറ്റു വിഷയങ്ങളിൽ സൈക്കോളജിയിൽ പഠിക്കുന്ന ആശയങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പെഡഗോജികളും മറ്റും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈക്കോളജി പഠിച്ച ആശയങ്ങൾ വെച്ചിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സൈക്കോളജി ഫസ്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന മേഖല എന്ന് പറയുന്നത് പഠനത്തെ കുറിച്ചാണ്. ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. സൈക്കോളജി പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഓരോ ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് പഠനം എന്ന് പറയുന്ന മേഖല, അതിൽ വിവിധ മേഖലകൾ വരുന്നുണ്ട്. പഠന തിയറികൾ വരുന്നുണ്ട്, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ മേഖല പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുക. പിന്നെ വികാസത്തെ കുറിച്ച് പഠിക്കുക. വികാസത്തിൽ വിവിധ തരത്തിലുള്ള മേഖലകളിൽ വരുന്ന ശാരീരികം, വൈകാരികം, വൈജ്ഞാനികം എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ തരത്തിലുള്ള വികാസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ആ ഒരു മേഖല എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നെ വരുന്നതാണ് ഏത്, നമ്മുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക്, അതിൽ ഓരോ തിയറികൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അത് പഠിക്കുക. പിന്നെ കുറച്ച് പെഡഗോജികള്, നമ്മുടെ വിലയിരുത്തല്, അതേപോലെ തന്നെ പഠനബോധന തന്ത്രങ്ങള്, അത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠന ബോധന തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് കേട്ടറ്റ് പരീക്ഷയിൽ സൈക്കോളജിയിൽ നിന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയുന്ന വിഷയം സൈക്കോളജിയാണ്. പിന്നെ വരുന്നത് മാത്സ് ആണ്. ഇങ്ങനെ പറയാൻ കാരണം നമുക്ക് ഈ ഒരു രണ്ട് വിഷയത്തിലെ ടോപ്പിക്കുകൾ വളരെ കുറവാണ്. സൈക്കോളജിയിൽ നമുക്ക് വളരെ ടോപ്പിക് കുറവായത് കൊണ്ട് തന്നെ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും തീർച്ചയായിട്ടും എന്ത് വരും, ക്വസ്റ്റ്യൻസ് വരും. എന്നാൽ EVS-നെ സംബന്ധിച്ച് EVS-ൽ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് സയൻസ്, ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു മേഖല വരുന്നുണ്ട്. അതുകൊണ്ട് മാർക്ക് തീരെ വാങ്ങാൻ കഴിയില്ല എന്നല്ല, അതിൽ നിന്ന് സ്കോർ ചെയ്യേണ്ടതിന്റെ, അല്ലെങ്കിൽ നമ്മൾ കുറെ ടോപ്പിക് പഠിക്കണം ഒരു അത്യാവശ്യം നല്ലൊരു മാർക്ക് അതിൽ നിന്ന് കിട്ടാൻ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ തന്നെ പഠിക്കണം, അതേ നമുക്ക് അവിടെ നിവൃത്തിയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും സൈക്കോളജിയിലേക്ക് കടക്കാം. സൈക്കോളജി ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് പഠനത്തെ കുറിച്ചുള്ള തിയറികളാണ്. പഠന സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്ന മേഖലയാണ്. ഒരു പഠനവുമായി ബന്ധപ്പെട്ട തിയറിയിൽ നിന്നും 3-4 മാർക്കിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് പഠനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട്, അതായത് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന പഠന സമ്പ്രദായത്തിന് സൈക്കോളജിയിൽ നിന്ന് പ്രധാനമായും 3 തിയറികളെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ആ 3 തിയറികൾ ഏതൊക്കെ, അതുമായി ബന്ധപ്പെട്ട് ഓരോ മനഃശാസ്ത്രജ്ഞരും ആ ഓരോ തിയറിയുമായി ബന്ധപ്പെട്ട് ഓരോ സൈക്കോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ആ ആശയങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് ഈ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ആ 3 തിയറികൾ എന്ന് പറയുന്നത്, ഒന്ന് വ്യവഹാരവാദം എന്ന് പറയും, ബിഹേവിയറിസം. അതായത് നമ്മുടെ വിദ്യാലയങ്ങളിലെ നമ്മുടെ പഠന രീതികളെ അത് ചിട്ടപ്പെടുത്തുന്നതിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള 3 തിയറികൾ. അതിൽ ഒരു തിയറി എന്ന് പറയുന്നത് വ്യവഹാരവാദമാണ്. മറ്റൊരു തിയറി എന്ന് പറയുന്നത് സമഗ്രതാവാദം എന്ന് പറയും, ഗസ്റ്റാൾട്ടിസം എന്ന് പറയും, സമഗ്രതാവാദം. മറ്റൊരു തിയറി എന്ന് പറയുന്നത് ജ്ഞാന നിർമ്മിതിവാദം, കൺസ്ട്രക്റ്റിവിസം എന്ന് പറയും. പിന്നെ ഒരുപാട് തിയറികൾ ഉണ്ട്, ഫീൽഡ് തിയറി, അങ്ങനെ പല തിയറികളും ചെയ്യുന്നുണ്ട്, പ്രൈവ് റിഡക്ഷൻ തിയറി, അങ്ങനെ പല അത്രത്തിന് പ്രാധാന്യം അറിയിക്കാത്ത തിയറികളുണ്ട്. അതിലേക്ക് തൽക്കാലം നമുക്ക് പോകണ്ട. കേട്ടറ്റ് പരീക്ഷയെ സംബന്ധിച്ച് നമ്മൾ ഈ 3 തിയറികളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന മനഃശാസ്ത്രജ്ഞരും അവര് പറയുന്ന ആശയങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ പഠന സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പാഠ്യപദ്ധതിയെ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് പല ആളുകളും പറയുന്നത് ഇങ്ങനെ പഠിപ്പിക്കണം. ഇപ്പൊ വ്യവഹാരവാദം എന്ന് പറയുന്ന തിയറി അടിസ്ഥാനമാക്കിക്കൊണ്ട് വരുന്ന മനഃശാസ്ത്രജ്ഞര് അവരുടേതായിട്ടുള്ള രീതിയിൽ പറയും, ഇങ്ങനെയാണ് പഠനം നടക്കേണ്ടത്, കുട്ടികളിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ രീതിയിലാണ്, ഇങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ പറയും. അതിന്റെ അല്ലെങ്കിൽ അവരുടേത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ട ആളുകൾ വരും. അതേപോലെ തന്നെ മറ്റു ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട ആളുകള്. അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും ആശയങ്ങളുമാണ് പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കേണ്ടതുള്ളത്. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന, പഠന സിദ്ധാന്തത്തിൽ ഫസ്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന തിയറി വ്യവഹാരവാദമാണ്. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയും. മലയാളത്തിൽ ഇതിന് മറ്റൊരു പേര് കൂടി ഉണ്ട്,
ചേഷ്ടവാദം കേട്ടച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു പേരാണ് ചേഷ്ടവാദം എന്നുള്ളത്. അപ്പൊ ചില കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് പഠിക്കണം? ഇംഗ്ലീഷിൽ പഠിക്കണം. ഓക്കെ, ചേഷ്ടവാദം എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നതും ഏതാണ്? ഈ ബിഹേവിയറിസം ആണ്. ഓക്കെ അല്ല? അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇംഗ്ലീഷ് ടേം ആണ്. ചില കാര്യങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് പറയും, ഇതിന് നിങ്ങൾ ഇംഗ്ലീഷ് ടേം പഠിച്ചു വെക്കുക. കാരണം മലയാളത്തിൽ ചിലപ്പോൾ 2-3 പേരുകൾ ഉണ്ടാവും, അതും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പേരുകളൊക്കെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ടേം പഠിച്ചു വെക്കുക. ഇംഗ്ലീഷ് എന്ത് ഉണ്ടാവും? ഒരു സൈഡിൽ മലയാളം ഉണ്ടാവും, മറ്റു സൈഡിൽ ഇംഗ്ലീഷ് ഉണ്ടാവും. അപ്പൊ ഈ ചില ടേമുകൾ നമ്മൾ ഇംഗ്ലീഷിൽ നോക്കേണ്ടതായിട്ട് വരും. അതിൽപ്പെട്ട ഒരു പോയിന്റാണ് ഏത്? ബിഹേവിയറിസം എന്ന് പറയുന്നത്. ഓക്കെ, ഏതായാലും വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയുന്നത് അത് ഒന്നുമില്ല. ഇത് പ്രധാനമായിട്ടും ഓരോ ജീവിയുടെ പെരുമാറ്റം, പ്രധാനമായിട്ടും ഇത് പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ഒരു തിയറിയാണ്. പെരുമാറ്റത്തെ കുറിച്ച് കൊണ്ട് പെരുമാറ്റം അതേപോലെ തന്നെ മാനസിക പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ ബിഹേവിയറിസം മുന്നോട്ട് വെക്കുന്നത്. ഓരോ ജീവിയുടെ പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള ചില സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ അതിനോടുണ്ടാകുന്ന പ്രതികരണങ്ങൾ, റെസ്പോൺസ് ആണ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് വ്യവഹാരവാദം. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ക്ലിയർ ആക്കാം. അതായത് നമ്മൾ ഒരു പ്രതികരണം, നമ്മൾ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, അവൻ ഒരു റെസ്പോൺസ് ചെയ്യുമ്പോൾ, അതായത് പ്രതികരണം ഉണ്ടാവണമെങ്കിൽ ആ പ്രതികരണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനെന്തുണ്ടാവണം? ഒരു സ്റ്റിമുലസ് ഉണ്ടാവണം. അതായത് ഒരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ അതിനോട് എന്തുണ്ടാകും? റെസ്പോൺസ് ഉണ്ടാകും എന്ന് പറയുന്ന ഒരു തിയറിയാണ് ബിഹേവിയറിസം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മനുഷ്യരെന്നല്ല ഓരോ ജീവിയും എന്ന് പറഞ്ഞ എല്ലാ ജീവികളിലും എന്താ ഉണ്ടാകുന്നത്? മാനസിക പ്രവർത്തനങ്ങൾക്കും പെരുമാറ്റത്തിനും കാരണമാകുന്ന എന്താണ്? ഒരു സ്റ്റിമുലസ് ഉണ്ടാകുന്നു, അതിന് ഫലമായിട്ട് എന്തുണ്ടാകുന്നു? ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നു. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ എന്തുണ്ടാകും? ഒരു നായ ഇങ്ങനെ നടന്നു വരുന്നു നിങ്ങളുടെ ഓപ്പോസിറ്റ്. ഇപ്പൊ നിങ്ങൾ നടന്നു പോകുന്ന വല്ല ഓപ്പോസിറ്റ് ഒരു നായ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു കല്ല് ഇങ്ങനെ താഴെ നിന്നും എടുക്കുകയാണ്. ആ കല്ല് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ആ കണ്ട നായ എന്ത് ചെയ്തു? അത് ഓടിപ്പോയി, അത് തിരിഞ്ഞ് ഓടിപ്പോയി. അപ്പൊ നായയിൽ നിന്നും ഒരു റെസ്പോൺസ് ഉണ്ടായി, എന്ത് ചെയ്തു? ഓടിപ്പോയി എന്നുള്ളതാണ്. ആ ഓടിപ്പോവാൻ കാരണമായത് എന്താണ്? ആ ഓടാൻ കാരണമാകുന്ന ആ ഒരു പോയിന്റിനെ, അതിനെ പ്രേരിപ്പിച്ച ഘടകത്തെയാണ് എന്ത് പറയുന്നത്? സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പല സാഹചര്യത്തിലും കാണാം. ഇപ്പൊ നിങ്ങൾ ഒരു കുട്ടിയോട്, അല്ലെങ്കിൽ ഒരു കുട്ടിയും വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം? യാത്ര പോകണം. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട വാഹനത്തിൽ, കാറിൽ യാത്ര പോകണം. കാറിൽ യാത്ര പോകുന്ന സമയത്ത് ഒരു എതിർവശത്തിൽ നിന്ന് ഒരു ബസ് വന്നിട്ട് നിങ്ങളുടെ കാറിൽ ഇടിച്ചു. ഓക്കെ, ആ ബസ് വന്നിട്ട് റോങ് സൈഡിൽ കയറി വന്നിട്ട് നിങ്ങളുടെ കാറിൽ ഇടിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അവിടെ ഭയങ്കര, ആ ഒരു ബസ് ഡ്രൈവറോട് ഭയങ്കര ദേഷ്യപ്പെട്ടു. അവിടെ നിങ്ങൾക്കുണ്ടായ ഒരു റെസ്പോൺസ്, നിങ്ങളുടെ ഒരു പെരുമാറ്റമാണ് അവിടെ എന്ത് നിങ്ങൾ കാണിച്ചത്? ദേഷ്യപ്പെട്ടു എന്നുള്ളത്. ആ ദേഷ്യപ്പെടുക എന്ന് പറയുന്ന റെസ്പോൺസ്, പ്രതികരണം ഉണ്ടാവാൻ കാരണമായ പ്രചോദിപ്പിച്ച ഘടകം എന്താണ്? ആ ഘടകത്തെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്? സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ അതിനെന്തുണ്ടാവും? റെസ്പോൺസ് ഉണ്ടാവും. സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ റെസ്പോൺസ് ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് പെരുമാറ്റം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് പഠനം, പെരുമാറ്റം എന്നും പറയാറുണ്ട്, പഠനം എന്നും പറയാറുണ്ട്. ഈ രീതിയിലാണ് പഠനം സംഭവിക്കുന്നത് എന്ന് പ്രസ്താവിച്ച തിയറിയാണ് ഏത്? ബിഹേവിയറിസം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇത്ര വളരെ സിമ്പിൾ ആണ്. സ്റ്റിമുലസ് അതല്ലെങ്കിൽ ഒരു ചോദകങ്ങളോടുള്ള പ്രതികരണമാണ് പഠനത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് പ്രസ്താവിക്കുന്ന, എന്ന് വാദിക്കുന്ന തിയറി ഏത്? സ്റ്റിമുലസ്, റെസ്പോൺസ്, ഈ ടേം നമ്മൾ ഇവിടെ മാത്രം, ഈ ഒരു തിയറിയിൽ മാത്രമേ പഠിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ എവിടെ സ്റ്റിമുലസും റെസ്പോൺസ് കണ്ടാലും അത് ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. ഇപ്പൊ സ്റ്റിമുലസ് ഉണ്ടാകുന്നു, ഓരോ കാര്യത്തിലും എന്തുണ്ടാവും? പ്രചോദിപ്പിക്കുന്ന ഒരു സ്റ്റിമുലസ് ഉണ്ടാവും, അതിനോട് എന്തുണ്ടാവും? ഒരു പ്രതികരണം ഉണ്ടാകും, റെസ്പോൺസ് ഉണ്ടാവും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ പഠനം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളിൽ എന്ത് സംഭവിക്കുന്നത്? പെരുമാറ്റം സംഭവിക്കുന്നത് എന്ന് പ്രസ്താവിച്ച ഒരു തിയറി. ഓക്കെ, ഇനി ഈ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യവഹാരവാദത്തിന്റെ വക്താക്കൾ, അതായത് ഈ ഒരു തിയറി അവതരിപ്പിച്ച ആളുകളാണ് ആര്? വാട്സന്, മറ്റൊരാൾ പാവ്ലോവ്, തൊണ്ടയ്ക്ക് സ്കിന്നർ. ഈ 4 പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇവരെ കുറിച്ചാണ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്? അറിഞ്ഞിരിക്കേണ്ടത്. ആരൊക്കെയാണ്?
വാട്സന്, പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ. പിന്നെ CL ആളിലും ടോൾമാനും ഇവരും കൂടി ഉണ്ട്, വ്യവഹാരവാദികളാണ്. പക്ഷെ അവരെന്ത് ചെയ്യാറില്ല, അത്ര പ്രാധാന്യമില്ല, അത്ര നമുക്ക് എന്ത് ചെയ്യാറില്ല, ഓപ്ഷൻസിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറില്ല. അതായത് ഇവിടെ നിന്ന് നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, വ്യവഹാരവാദികളിൽ പെടാത്തതാര്? അപ്പൊ 3 ആൾക്കാർ തരും, വാട്സനും, പാവ്ലോവും, തൊണ്ടേക്കും ഉണ്ടാവും. ഒരാൾ എന്തുണ്ടാവും, വ്യവഹാരവാദത്തിൽ പറയാത്ത, നമ്മൾ ഇനി വേറെ ഏതെങ്കിലും തിയറില്ല, അടുത്തതായി സമഗ്രതാവാദത്തിലൊക്കെ പറയുന്ന ആളുകൾ അതിന്റെ ഇടയിൽ ചേർക്കും. ഇപ്പൊ വ്യവഹാരവാദം എന്ന് പറയുന്ന, ബിഹേവിയറിസം എന്ന് പറയുന്ന തിയറിയുടെ വക്താക്കൾ, തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണ് ആരൊക്കെ? വാട്സൺ ഉണ്ട്, പാവ്ലോവ് ഉണ്ട്, തൊണ്ടേക്ക് ഉണ്ട്, സ്കിന്നർ ഉണ്ട്. ഇവര് 4 പേരും കൂടിയിട്ടുള്ള ഒരു ടീമാണ് ഏത്? ബിഹേവിയറിസം എന്ന് പറയുന്നത്. പിന്നെ എക്സ്ട്രാ റിയൽ ആളിലും തൊണ്ടേക്ക് പഠിച്ചു വെക്കാം. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ വാട്സനും, പാവ്ലോവും, തൊണ്ടേക്കും, സ്കിന്നറും അവരെന്തൊക്കെ ആശയങ്ങളാണ് അവതരിപ്പിച്ചത്, ഈ 4 പേരെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ വ്യവഹാരവാദത്തിൽ നിന്നും തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു 3 മാർക്ക്, ഒറ്റ ടോപ്പിക്കിൽ നിന്നും ഒരു 3 മാർക്ക് കിട്ടും. പക്ഷെ 3 മാർക്കിനുള്ള ടോപ്പിക് ഉണ്ട്. നമുക്ക് ഒറ്റ ടോപ്പിക് ആണെങ്കിൽ അതിൽ നിന്നും അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഓക്കെ അല്ല? അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വ്യവഹാരവാദം എന്ന് പറയുന്ന തിയറിയാണ്. അതായത് ഒരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ അതിനോട് റെസ്പോൺസ് ഉണ്ടാവും, ഇങ്ങനെയാണ് ഓരോ വ്യക്തിയിലും പഠനം സംഭവിക്കുന്നത് എന്ന് പ്രസ്താവിക്കുന്ന തിയറിയാണ് ഏത്? ബിഹേവിയറിസം എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട വക്താക്കളാണ് ആര്? വാട്സന്, പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ. പിന്നെ CL ആളിലും ടോൾമാനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികളാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം. ഇനി ഓരോ വ്യക്തികളെ കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, പരിശോധിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന വ്യക്തി JB വാട്സൺ ആണ്. വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആരെയാണ്? JB വാട്സൺ. എന്താണ് JB വാട്സന്റെ പ്രത്യേകത? ഈ വ്യവഹാരവാദം എന്ന് പറയുന്ന തിയറി, ബിഹേവിയറിസം എന്ന് പറയുന്ന തിയറി ആദ്യമായിട്ട് അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? JB വാട്സൺ. ഓക്കെ. വ്യവഹാരവാദ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അതായത് ആദ്യമായിട്ട് അവതരിപ്പിച്ച ആളായതുകൊണ്ട് തന്നെ വ്യവഹാരവാദ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? JB വാട്സൺ. ചോദിക്കാറുണ്ട്, പല പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ്, വ്യവഹാരവാദ മനഃശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ബിഹേവിയറിസം എന്ന് ചോദിച്ചാൽ കൊടുക്കേണ്ട ഉത്തരം ഒരിക്കലും പാവ്ലോവ് കൊടുക്കരുത് ട്ടാ. ഈ തിയറികൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുക പാവ്ലോവാണ്. പക്ഷെ ഇങ്ങനെ ഒരു തിയറി ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? JB വാട്സൺ ആണ്. അദ്ദേഹമാണ് ഇതിനൊരു അവതരിപ്പിച്ചതും അതേപോലെ തന്നെ ഇതിന് കൃത്യമായി ഒരു അടിത്തറ, ഒരു സൈദ്ധാന്തിക നൽകിയത് ആരാണ്? JB വാട്സൺ ആണ്. ഓക്കെ. പിന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പരീക്ഷണം. എല്ലാവരും ഈ വ്യവഹാരവാദികൾ അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ JB വാട്സൺ പരീക്ഷണം നടത്തിയത് സ്വന്തം മകനായിട്ടുള്ള ആൽബർട്ടിലാണ് പരീക്ഷണം നടത്തിയത്. ഇത് ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട്, ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ്. ആൽബർട്ട് അദ്ദേഹത്തിന്റെ മകനാണ്, അതുകൊണ്ട് തന്നെ ഇതിനെ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്നും കൂടി എന്ത് ചെയ്യാറുണ്ട്, വിശേഷിപ്പിക്കാറുണ്ട്. ഓക്കെ അല്ല? അപ്പൊ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആരുടേതാണ്? JB വാട്സൺ. അതായത് അദ്ദേഹം സ്വന്തം മകനിൽ പരീക്ഷണം നടത്തിക്കൊണ്ട്, അദ്ദേഹം സ്വന്തം മകനിൽ പരീക്ഷണം നടത്തി, അതായത് ഒരു സിമ്പിൾ പരീക്ഷണമാണ്. ഓക്കെ, അങ്ങനെ ആ പരീക്ഷണം നടത്തിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റും ആരുടേതാണ്? JB വാട്സന്റേതാണ്. അങ്ങനെ ആ ഒരു പരീക്ഷണത്തിൽ, അത് മാത്രമല്ല വിവിധ തരത്തിലുള്ള പരീക്ഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഓരോ പരീക്ഷണങ്ങളിലൂടെയും അദ്ദേഹം അദ്ദേഹം കണ്ടെത്തിയ പോയിന്റ് ആണ് ഏത്? പരിസരം. ഒരു വ്യക്തിയുടെ പരിസരം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയെ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ പരിസരം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിയുടെ വികാസത്തെ അല്ലെങ്കിൽ കുട്ടിയെ സ്വഭാവത്തെ, എന്തിനും പറയാം. ഓക്കെ, എന്തിന് എന്നല്ല, പരിസരം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിയുടെ വികാസത്തെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ പരീക്ഷണമാണ് അതിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. പരിസരമാണ് ശിശു വികാസത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പ്രസ്താവിച്ച ഒരു വ്യക്തിയാണ് ആര്? JB വാട്സൺ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം ചോദകങ്ങള്, അതായത് നമ്മൾ പറഞ്ഞു ഒരു റെസ്പോൺസ് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാകും, ഒരു സ്റ്റിമുലസ് ഉണ്ടാവും.
സ്റ്റിമുലസിനോട് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്റ്റിമുലസ് ഉപയോഗിച്ചുകൊണ്ട് ചോദകങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച് നമുക്ക് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളും രൂപപ്പെടുത്താൻ സാധിക്കും. ഇപ്പൊ കുട്ടികൾ ഭയം രൂപപ്പെടുത്താൻ നമുക്ക് അതിനനുസരിച്ചുള്ള സ്റ്റിമുലസ് കൊടുത്താൽ മതി. കുട്ടികൾ സ്നേഹം എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സ്റ്റിമുലസ് കൊടുത്താൽ മതി. അതേപോലെ തന്നെ കുട്ടികൾ നമുക്ക് എന്ത് രൂപപ്പെടുത്തണം, ഒരു ബഹുമാനം രൂപപ്പെടുത്തുന്ന രീതിയിലേക്ക് വളർത്തണം. അപ്പൊ അതിനനുസരിച്ചുള്ള സ്റ്റിമുലസ് ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ അധ്യാപകരോട് കുട്ടികൾക്ക് ഒരു നിങ്ങൾക്ക് തോന്നണം, നിങ്ങൾ ക്ലാസ്സിലേക്ക് കടക്കുമ്പോ കുട്ടികൾക്കൊന്നും എന്തില്ല, ഒരു ഭയമില്ല, ഒരു പേടിയില്ല. അങ്ങനെയാണെങ്കിൽ കുട്ടികളിൽ ആ ഒരു ഭയം എന്ന് പറയുന്ന റെസ്പോൺസ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു സ്റ്റിമുലസ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ചോദകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള റെസ്പോൺസും എന്ത് ചെയ്യാൻ പറ്റും, രൂപപ്പെടുത്താം എന്ന് കണ്ടെത്തിയ ആളാണ് ആര്? ജെ.ബി. വാട്സൺ. ഓക്കെ അല്ലേ? എന്തൊക്കെയാ അദ്ദേഹം അവതരിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകള്, പരിസരമാണ് ശിശു വികാസത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം എന്ന് കണ്ടെത്തി. അതേപോലെ തന്നെ ചോദകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, റെസ്പോൺസുകൾ, പ്രതികരണങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, രൂപപ്പെടുത്താം എന്നും അദ്ദേഹം എന്ത് ചെയ്തു, കണ്ടെത്തി. ഓക്കെ. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ്. എനിക്ക് ആരോഗ്യമുള്ള ഒരു ഡസൻ കുഞ്ഞുങ്ങളെ തരൂ, അവരെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരാക്കി വളർത്തിത്തരാം. ഇത് പല രീതിയിൽ വരാം. അതായത് ആ കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കാം. അല്ലാതെ വാട്സപ്പ് ഏതായാലും ഇതേപോലെ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരും. അതായത് ഇത് ഉദ്ദേശിച്ചത് എങ്ങനെയാണ്, എനിക്ക് ആരോഗ്യമുള്ള ഒരു ഡസൻ കുഞ്ഞുങ്ങളെ തന്നാൽ അവരെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അതായത് കുട്ടിയുടെ പരിസരമാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. അപ്പൊ അവരുടെ പരിസരത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യും, വളരും. നിങ്ങൾക്ക് ഡോക്ടറാക്കി വളർത്തണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു പരിസരം കുട്ടിക്ക് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഒരു കള്ളന്മാരാക്കി മാറ്റണമെങ്കിൽ, കുട്ടി ഒരു കള്ളന് എന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുമെന്നല്ല, അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിസരം കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഏത് രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിയും. അതിന് കാരണം എന്താണ്? അതിന് കാരണമാണ് നേരത്തെ പറഞ്ഞത്, പരിസരം കുട്ടിയെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കപ്പെടുന്നുണ്ട്. പരിസരം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ നന്നായിട്ട് സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എങ്ങനെ പറഞ്ഞത്, എനിക്ക് ആരോഗ്യമുള്ള ഒരു ഡസൻ കുഞ്ഞുങ്ങളെ തന്നാൽ അവരെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരാക്കി വളർത്തിത്തരാം. കള്ളന്മാരാക്കണമെങ്കിൽ കള്ളന്മാരാക്കാം, ഡോക്ടർമാരാക്കണമെങ്കിൽ ഡോക്ടർമാരാക്കാം. ഏത് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളർത്തിയെടുക്കാൻ സാധിക്കും എന്നൊരു പ്രസ്താവന അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ആരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജെ.ബി. വാട്സണുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചിരിക്കേണ്ടത്. അതായത് ജെ.ബി. വാട്സൺ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജെ.ബി. വാട്സൺ ആണ് എന്ത്, വ്യവഹാരവാദ മനഃശാസ്ത്രത്തിന്റെ പിതാവ്. അദ്ദേഹം ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ്, സ്വന്തം മകനായ ആൽബർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവന, എനിക്ക് ആരോഗ്യമുള്ള ഒരു ഡസൻ കുഞ്ഞുങ്ങളെ തന്നാൽ അവരെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരാക്കിയിട്ട് എന്ത് ചെയ്യാം, വളർത്തിത്തരാം എന്നും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എത്ര ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡസൻ സാധാരണ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡസൻ. ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പലപ്പോഴും കാണുന്ന ഒരു പോയിന്റ് ആണ് ഒരു ഡസൻ എന്നുള്ളത്. നിങ്ങളിപ്പോ നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡസൻ. ഒരു ജോഡി എന്ന് പറഞ്ഞാൽ എത്ര? അതെ, അത് നോക്കട്ടെ. ഒരു ജോഡി, ഒരു ജോഡി എന്ന് പറഞ്ഞാൽ എത്ര? രണ്ടെണ്ണത്തിനാണ് നമ്മൾ ജോഡി എന്ന് പറയുന്നത്. അതേപോലെ പറയുന്ന ഒരു ടേമാണ് ഒരു ഡസൺ എന്നുള്ളത്. 12 എണ്ണമാണ് കേട്ടോ. ഡസൺ എന്ന് പറയുന്ന എണ്ണത്തെ സൂചിപ്പിക്കുന്ന ഒരു ടേമാണ്. 12 എണ്ണമാണ് ഇത് ഒരു ഡസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഗണിതവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ അല്ല? അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ജെ.ബി. വാട്സണുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയങ്ങളൊക്കെ ഉടൻ തന്നെ ചോദിക്കണം കേട്ടോ. ഓക്കെ.
ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് പാവ്ലോവിനെ കുറിച്ച്. ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് എന്ന് പറയും. വളരെ വലിയൊരു പോയിന്റുകൾ വരുന്ന ഒരു ആളാണ് അല്ലെ പാവ്ലോവ് എന്ന് പറയുന്നത്. എങ്ങനെയാലും ഒരു ക്വസ്റ്റ്യൻ പാവ്ലോവിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പാവ്ലോവ് എന്ന് പറയുന്നത് ഒരു റഷ്യൻ പുരോഹിത കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ആരെ പാവ്ലോവ്. ഓക്കെ, അതൊന്നും നമ്മൾ പഠിച്ചു വെക്കട്ടെ. അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പൗരാണികാനുബന്ധനം, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ചോദിക്കും, പൗരാണികാനുബന്ധനം ആരുടേതാണ്? ഇവരെ പറഞ്ഞ, അതായത് വ്യവഹാരവാദികളായ വാട്സന്, പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പേരുകളുണ്ട്. വാട്സൺ നമ്മൾ പറഞ്ഞു വ്യവഹാരവാദം. ഇനി പാവ്ലോവിന്റെ പ്രധാനമായിട്ടും പൗരാണികാനുബന്ധനമാണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ തിയറികൾ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അതായത് ആ ഒരു രീതിയിൽ അറിയപ്പെടാൻ കാരണം അദ്ദേഹമാണ് ആദ്യമായിട്ട് സൈക്കോളജിയിൽ ഒരു അനുബന്ധന സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഓക്കെ, ഒരു അനുബന്ധനം, ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇവിടെ കുറെ കൺഫ്യൂഷൻ ആക്കുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ആദ്യമായിട്ട് സൈക്കോളജിയിൽ ഒരു അനുബന്ധം, ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരീക്ഷണം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? ഇവാൻ പെട്രോവിച്ച് പാവ്ലോവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നത്? ക്ലാസിക്കൽ കണ്ടീഷനിങ്, പൗരാണികാനുബന്ധനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇവിടെ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. അദ്ദേഹം ഒരു നായയിൽ എന്ത് ചെയ്തു, പരീക്ഷണം നടത്തി. നിങ്ങൾ പണ്ട് മുതലേ കേൾക്കുന്ന നിലയില് നിങ്ങളുടെ പട്ടിപ്പാവ്ലോവ് എന്നൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിക്കാറ് തന്നെ. അതായത് നായയിൽ, അതിൽ പട്ടിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, പരീക്ഷണം നടത്തിയത്. അതായത് ഇവിടെ സംഭവിച്ചത് ഒരു ബന്ധവുമില്ലാത്ത, നായക്ക് എന്തില്ല, ഒരു ബന്ധവുമില്ലാത്ത ഒരു മണിശബ്ദം, ഒരു ബെല്ലുമായിട്ട് ഇദ്ദേഹം ബന്ധം ഉണ്ടാക്കിയെടുത്തു. അതാണ് ആദ്യമായിട്ട് അനുബന്ധനം നടത്തിയെന്നോട് ഉദ്ദേശിച്ചത്. സാധാരണ ഒരു ബന്ധവുമില്ല, നായയും അതേപോലെ തന്നെ മണിശബ്ദം, അല്ലെങ്കിൽ ഒരു ബെല്ലടിച്ചാൽ നായയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ബെല്ലുമായിട്ട് നായയിൽ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തു. അതാണ് ആദ്യമായിട്ട് ഒരു അനുബന്ധനം, ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പരീക്ഷണം ഒന്ന് മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ട് നായിൽ അദ്ദേഹം നടത്തിയ ആ പരീക്ഷണം എന്താ എന്നുള്ളത് എന്ത് ചെയ്യണം, ഒന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്നത്. പഠിച്ചു വെക്കൊന്നും വേണ്ട, നോട്ട് ചെയ്തൊന്നും വേണ്ട, ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതായത് അദ്ദേഹം ചെയ്തത് ഇത്രയേ ഉള്ളൂ. അദ്ദേഹം ചെയ്ത കാര്യം, ഒരു നായ, അദ്ദേഹത്തിന്റെ നായക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ആദ്യൊരു ബെല്ലടിക്കുന്നു, നായക്ക് ഭക്ഷണം കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് ഭക്ഷണം കിട്ടുന്നത് കൊണ്ട് തന്നെ നായിൽ എന്ത് ചെയ്യും, ഉമിനീരുണ്ടാവും. ഓക്കെ, അപ്പൊ ബെല്ലടിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഉമിനീർ സ്രാവം ഉണ്ടാകുന്നു. ഇങ്ങനെ കുറച്ചു കാലം എന്ത് ചെയ്യണ, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കണം. ബെല്ലടിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അതിന്റെ ഭക്ഷണം കിട്ടുന്നത് കൊണ്ട് തന്നെ നായിൽ ഉമിനീർ സ്രാവം ഉണ്ടാകുന്നു. അങ്ങനെ കുറച്ചു കാലം ചെയ്തതിന് ശേഷം പിന്നീട് ബെല്ലടിച്ചാൽ നായ എന്തുണ്ടാകുന്നു, ഉമിനീർ സ്രാവം ഉണ്ടാക്കുന്നു. അതായത് ബെല്ലടിക്കുമ്പോഴേക്കും നായിൽ എന്ത് വരും, ഉമിനീര് വരും. ഇതാണ് അദ്ദേഹം ചെയ്ത പരീക്ഷണം. അപ്പൊ ഈ നായ എന്ത് ചെയ്തു, നായയെ ബെല്ലുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി. ബെല്ല് എന്ന് പറയുന്ന സ്റ്റിമുലസ്, ഇവിടെ ബെല്ല് എന്താണ്, ഒരു സ്റ്റിമുലസ് ആണ്, ഒരു ചോദകമാണ്. ഈ സ്റ്റിമുലസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ചോദകം ഉണ്ടാകുമ്പോൾ നായയിൽ എന്ത് പ്രതികരണം ഉണ്ടാകുന്നു, നായയിൽ എന്ത് പ്രതികരണം ഉണ്ടാകും, ഉമിനീർ സ്രവം എന്ന് പറയുന്ന റെസ്പോൺസ്, പ്രതികരണം എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. ഇതാണ് പാവ്ലോവ് ചെയ്ത പരീക്ഷണം. അപ്പൊ ഒരു ബന്ധമില്ലാത്ത ഈ ഒരു മണിശബ്ദത്തിനോട്, അല്ലെങ്കിൽ ഒരു ബെല്ലിനോട് എന്ത് ചെയ്തു, നായക്കൊരു ബന്ധം അദ്ദേഹം എന്ത് ചെയ്തു, രൂപീകരിച്ചു, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തു. പറഞ്ഞു മനസ്സിലായോ? ഇനി ആ പരീക്ഷണം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കട്ടെ. അത് വെച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നുകൂടി പറയാം. അതായത് ഭക്ഷണം നോർമലി നായ്ക്ക് കിട്ടുന്നതാണ്, നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സ്റ്റിമുലസ് ആണ്. അപ്പൊ അതിന് നാച്ചുറൽ ആയിട്ട് ഒരു റെസ്പോൺസ്, അതായത് സ്വാഭാവികമായ ഒരു പ്രതികരണം എന്ത് ചെയ്യുന്നു, നായയില് രൂപപ്പെടുന്ന, എന്തുണ്ടാവുന്നു, ഉമിനീർ സ്രാവം ഉണ്ടാകുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ആ സമയത്ത് ബെല്ലടിച്ചാൽ ആ ബെല്ലിനോട് റെസ്പോൺസ് ഉണ്ടാവുമോ? ആദ്യമായിട്ട് ഒരു ബെല്ല് കേൾക്കുമ്പോൾ നായക്ക് ഒന്നും ഉണ്ടാവില്ല, ഒരു ഉമിനീർ സ്രാവം ഉണ്ടാവില്ല. പിന്നീട് ഇദ്ദേഹം പരീക്ഷണത്തിലേക്ക് ഏർപ്പെടുകയാണ്. എന്ത് ചെയ്യുന്നു, ബെല്ലടിക്കുന്നു, മണിശബ്ദം ഉണ്ടാവുന്നു, ഭക്ഷണം കൊടുക്കുന്നു, സ്വാഭാവികമായിട്ട് ഉമിനീർ സ്രവം ഉണ്ടാവും. കാരണം എന്താ, ആ ബെല്ലടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, ഭക്ഷണമുണ്ട്. ആ ഭക്ഷണത്തോട് എന്ത് ചെയ്യണം, ഒരു റെസ്പോൺസ് ചെയ്യണം. അങ്ങനെ കുറെ കാലം ചെയ്തതിന് ശേഷം, അനുബന്ധനം എന്ന് പറയുന്ന ഈ പ്രവർത്തനം കുറെ കാലം ചെയ്തതിന് ശേഷം, മണിശബ്ദം, ബെല്ല് മാത്രം,
ഓക്കെ. ഈ ബെല്ല് മാത്രം, മണിശബ്ദം മാത്രം ഉണ്ടാകുമ്പോൾ അതിനോട് എന്ത് ചെയ്യും? നായ പ്രതികരിക്കും. നായയിൽ എന്തുണ്ടാകുന്നു? ഒരു റെസ്പോൺസ് രൂപപ്പെടുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണം. പരീക്ഷണം ഓക്കെ ആണോ? പരീക്ഷണം ഓക്കെ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ബെല്ല് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇവിടെ മണിശബ്ദം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബെല്ല് എന്ന് പറയുന്നത് റെസ്പോൺസ് ആണോ സ്റ്റിമുലസ് ആണോ? സ്റ്റിമുലസ്. സ്റ്റിമുലസ്. ഓക്കെ. ശ്രദ്ധിക്കണം, ഇവിടെ മണിശബ്ദം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിമുലസ് ആണ്. ഇവിടെ ഭക്ഷണം അല്ലെങ്കിൽ മാംസം അല്ലെങ്കിൽ ഇറച്ചി, ഇറച്ചി ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ, നമ്മളെ ഭക്ഷണം, ഇറച്ചി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നമ്മുടെ പരീക്ഷണത്തിൽ ഇറച്ചി എന്ന് പറയുന്നത് എന്താണ്? ആലോചിച്ച് നോക്കൂ. ഇറച്ചി എന്ന് പറയുന്നത് എന്താണ്? നായിൽ ഉമിനീർ സ്രാവം ഉണ്ടാക്കാൻ കാരണമായ മറ്റൊരു ചോദകം. ഇവിടെ മണിശബ്ദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെല്ല് എന്ന് പറയുന്നതും ഇറച്ചി എന്ന് പറയുന്നതും മാംസം എന്ന് പറയുന്നതും എന്താണ്? സ്റ്റിമുലസ് ആണ്. എന്നാൽ നായിലുണ്ടാകുന്ന ഉമിനീർ സ്രവം, ഉമിനീർ സ്രവം എന്താ? റെസ്പോൺസ്. റെസ്പോൺസ്. നിങ്ങളും റെസ്പോൺസ് ചെയ്യണം കേട്ടോ. നിങ്ങളും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. നിങ്ങൾ ധൈര്യമായിട്ട് പറയാം, തെറ്റ് ശരിയാവുന്നില്ല പറയുന്നതിലൊന്നും ഞാൻ പ്രോബ്ലം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസമുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? മാക്സിമം റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഉമിനീർ സ്രാവ് എന്ന് പറയുന്നത് റെസ്പോണ്ട് ആണ്. ഇനി ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് ക്രോഡീകരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ, ഇനി പറയുന്നതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കുന്നത്. ഈ പരീക്ഷണത്തെ 3 സ്റ്റെപ്പുകളാക്കി മാറ്റാം. അദ്ദേഹം ചെയ്ത പരീക്ഷണത്തെ നമുക്ക് എന്ത് ചെയ്യാം? 3 ഘട്ടങ്ങളാക്കി തരംതിരിക്കാം. ഒന്ന് അനുബന്ധനം നടക്കുന്നതിന് മുമ്പ്, അതായത് അദ്ദേഹം പരീക്ഷണത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ്. അതാണ് അനുബന്ധനം എന്ന് പറഞ്ഞാൽ ഇവിടെ പരീക്ഷണം. അനുബന്ധനത്തിന് മുമ്പ്, പിന്നെ നടത്തുമ്പോൾ, പരീക്ഷണത്തിൽ ഏർപ്പെടുമ്പോൾ, അനുബന്ധനം നടക്കുമ്പോൾ, അതായത് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിൽ ഏർപ്പെടുമ്പോൾ, അതാണ് അനുബന്ധനം നടക്കുമ്പോൾ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനുബന്ധനത്തിന് ശേഷം. ഇങ്ങനെ 3 ഘട്ടങ്ങള്. ഏതൊക്കെ ഘട്ടങ്ങള്? ഒന്ന് അനുബന്ധനത്തിന് മുമ്പ്, അനുബന്ധനം നടക്കുമ്പോൾ, അനുബന്ധനത്തിന് ശേഷം. ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ പരീക്ഷണത്തെ വിശദീകരിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഇത് മനസ്സിലാക്കാന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂഷൻ ആണ്. ആദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഒന്നും മനസ്സിലാവില്ല. ഇപ്പൊ രണ്ടാമതും മൂന്നാമതും പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യരുത്? ഫസ്റ്റ് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യരുത്? നെഗറ്റീവ് അടിക്കരുത്. അതായത് 3 ഘട്ടങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പരീക്ഷണത്തെ പറയണം, വിശദീകരിക്കണം. ഇപ്പൊ ഫസ്റ്റ് പറയുന്നത് അനുബന്ധനത്തിന് മുമ്പ്. ഇതിന് പ്രസക്തി ഒന്നുമില്ല, അത് കേട്ടാൽ മതി, ഇവിടുന്ന് ചോദിക്കൂല. അനുബന്ധനത്തിന് മുമ്പ് അത്ര പ്രസക്തി ഇല്ല. അതായത് അനുബന്ധനത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ, അനുബന്ധനത്തിന് മുമ്പ് എന്തുണ്ട്? ഇറച്ചിപ്പൊടി, അതായത് ഭക്ഷണം. ഇറച്ചിപ്പൊടി നമ്മൾ സ്റ്റിമുലസ് ആണെന്ന് പറഞ്ഞു. അതെന്താണ്? ഒരു നാച്ചുറൽ സ്റ്റിമുലസ് ആണ്, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സ്റ്റിമുലസ് ആണ്. അനുബന്ധനം, അതായത് പാവ്ലോവ് ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തതല്ല. അതാണ് നാച്ചുറൽ ആയിട്ട് അനുബന്ധനം കൃത്യമായിട്ട് ചെയ്യാത്ത, അതായത് അനുബന്ധനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പാവ്ലോവ് ഉണ്ടാക്കിയെടുക്കണം. ഒരു ബന്ധം ആരുടെ വക ഉണ്ടാവണം? പാവ്ലോവ് ഉണ്ടാക്കിയെടുക്കണം. അതാണ് അനുബന്ധനം ചെയ്യുക എന്നോട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നായയിലും, ഏത് നായാണെങ്കിലും ഇറച്ചി കിട്ടിയാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഉമിനീർ സ്രവം ഉണ്ടാകും. അപ്പൊ ഈ ഇറച്ചിപ്പൊടി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ അനുബന്ധനം ചെയ്യാത്ത, അതായത് പാവ്ലോവ് ബന്ധം ഉണ്ടാക്കിയെടുക്കാത്ത ഒരു സ്റ്റിമുലസ് ആണ്. ഓക്കെ അല്ലെ? നാച്ചുറൽ സ്റ്റിമുലസ് ആണ്. അതിന്റെ ഫലമായിട്ട്, ആ ഒരു ഫലമായിട്ട് നായിൽ ഉണ്ടായ ഉമിനീർ സ്രവം എന്ന് പറയുന്നത് എന്താണ്? അത് അനുബന്ധനം ചെയ്യാത്ത പ്രതികരണമാണ്. അൺകണ്ടീഷണഡ്, കണ്ടീഷണഡ് അല്ല. അൺകണ്ടീഷണഡ് എന്താണ്? റെസ്പോൺസ് ആണ്, പ്രതികരണമാണ്, സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. ഓക്കെ ആണല്ലോ? അതായത് അനുബന്ധനത്തിന് മുമ്പ് എന്ത് ചെയ്യുന്നു? ഇറച്ചിപ്പൊടി കൊടുക്കുന്നു. നാച്ചുറൽ ആയിട്ട്, സ്വാഭാവികമായിട്ട് നായ്ക്ക് കൊടുക്കേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ്. സ്വാഭാവികമായിട്ട് നായിൽ എന്തുണ്ടാകുന്നു? ഉമിനീർ സ്രവം. ഓക്കെ, ഉമിനീർ സ്രാവം എന്ത് ചെയ്യുന്നു? അതും സ്വാഭാവികമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രതികരണം. ക്ലിയർ ആണല്ലോ? ഇനി അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്തു? ഒരു മണിശബ്ദം കൊടുത്താൽ, അതായത് ഒന്നുമില്ല, ആദ്യമായിട്ട് ഒരു മണിശബ്ദം, ഒരു നിഷ്ക്രിയമാണ്. അതുകൊണ്ട് എന്തില്ല? ഒരു ന്യൂട്രൽ, യാതൊരു ഇതില്ല, നായ്ക്കൊന്നും മനസ്സിലാവില്ല.
അതെന്തില്ല, ഒരു പ്രസക്തി ഇല്ല. ഓക്കെ, അതിനോട് എന്തുണ്ടാവില്ല, ഒരു പ്രതികരണവും ഉണ്ടാവില്ല, ഉമിനീർ സ്രാവവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതിനൊന്നും എന്തില്ല, പ്രസക്തി ഇല്ല, ഇതൊന്നും ചോദിക്കുകയില്ല, ഇതൊന്നും നോക്കിയേ വേണ്ട. ഓക്കെ, അങ്ങനെ അനുബന്ധനത്തിന് മുമ്പ് അങ്ങനെ സംഭവിച്ചു. അതായത് ഭക്ഷണം കൊടുത്തു, അത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റിമുലസ്, അതിന് നാച്ചുറൽ ആയിട്ടുള്ള പ്രതികരണമായിട്ടുള്ള ഉമിനീർ സ്രാവം ഉണ്ടായി അനുബന്ധനത്തിന് മുമ്പ്. അനുബന്ധനത്തിന് മുമ്പ് എന്ത് ചെയ്തു, ഒരു മണിശബ്ദം പുറപ്പെടുവിച്ചു, അതിനോട് യാതൊരുവിധ പ്രതികരണവും ഉണ്ടാവില്ല, അത് ന്യൂട്രൽ ആയിട്ട് അത് അങ്ങനെയാണ് അവസാനിച്ചും ചെയ്തു. അത് അത്ര മനസ്സിലാക്കിയാൽ മതി. ഇനി അനുബന്ധനം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത് ഡ്യൂറിങ് കണ്ടീഷനിങ്. അനുബന്ധനം നടക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജ്, ഇത് ഒന്നാമത്തെ സ്റ്റേജ്, ഇത് രണ്ടാമത്തെ സ്റ്റേജ്, ഇത് മൂന്നാമത്തെ സ്റ്റേജ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സാഹചര്യത്തിൽ അനുബന്ധനം നടക്കുമ്പോൾ ഡ്യൂറിങ് കണ്ടീഷനിങ് എന്താ ചെയ്യുന്നത്, ബെല്ല്, അതായത് ഇറച്ചി, അതിനോട് കൂടെ എന്തേ മണിശബ്ദം. ഓക്കെ, ആ ഇറച്ചിപ്പൊടി അതെന്താണ്, ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അതായത് അതെന്താണ്, നായിൽ സ്വാഭാവികമായിട്ട് പാവുലോ ഉണ്ടാക്കിയെടുത്തതല്ല, അൺകണ്ടീഷൻഡ് ആണ്. അതായത് സ്വാഭാവികമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ളത് ഒരു സ്റ്റിമുലസ് ആണ്. അങ്ങനെ ആ ഒരു നാച്ചുറൽ ആയിട്ട് സ്റ്റിമുലസും അതിനോട് കൂടെ ഒരു മണിശബ്ദം രൂപപ്പെടുമ്പോൾ, മണിശബ്ദം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നു, നായിൽ നിന്നും ഉമിനീർ സ്രാവം രൂപപ്പെടുന്നു. അതും എന്താണ്, അൺകണ്ടീഷനഡ് ആണ്. പാവ്ലോ ഉണ്ടാക്കിയെടുത്തതാണോ? ഈ ഉമിനീർ സ്രാവം എന്ന് പറയുന്നത് അനുബന്ധനം നടക്കുമ്പോൾ എങ്ങനെയാണ് അനുബന്ധനം നടത്തുന്നത്, മണിശബ്ദം അതിനോട് കൂടെ ഇറച്ചിയും, ആ മണിശബ്ദം ഇറച്ചിയും എന്ന് പറയുന്നത് എന്താണ്, ഒരു അതിനോടുണ്ടാകുന്ന ഉമിനീർ സ്രാവം പാവുലോ ഉണ്ടാക്കിയെടുത്തതല്ല, അതിനോട് കൂടി ഇറച്ചി കിട്ടിയത് കൊണ്ടാണ് ഉമിനീർ സ്രാവം ഉണ്ടാകുന്നത്. ആ ഇറച്ചി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഉമിനീർ സ്രാവം എന്ന് പറയുന്നത് എന്താണ്, അൺകണ്ടീഷനഡ് ആണ്, നോർമലി ആയിട്ട് ഉണ്ടായതാണ്, പാവുലോ ഉണ്ടാക്കിയെടുത്തതല്ല. ഓക്കെ അല്ലേ? അതാണ് അനുബന്ധനം നടക്കുമ്പോൾ സംഭവിക്കുന്നത്. അതും അത്ര പ്രാധാന്യമില്ല. ഇനി പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അനുബന്ധനത്തിന് ശേഷം, നായിൽ ഒരു ബന്ധം രൂപപ്പെടുത്തിയതിന് ശേഷം, അനുബന്ധനത്തിന് ശേഷം മണിശബ്ദം, അതിനോട് നായ എന്തുണ്ടാക്കി, ഉമിനീർ സ്രാവം ഉണ്ടാക്കി. അതായത് ഒരു ബെല്ലടിച്ചാൽ നായിൽ എന്തുണ്ടാവും, ഉമിനീർ രൂപപ്പെടും. ഓക്കെ, അങ്ങനെ ആ ഉമിനീർ സ്രാവം രൂപപ്പെടുന്ന രീതിയിലേക്ക് അത് ആരുണ്ടാക്കിയെടുത്തതാണ്, പാവ്ലോവ് ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെ പാവ്ലോവ് രൂപപ്പെടുത്തിയ ഉണ്ടാക്കിയെടുത്ത ഒരു ചോദകമായത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് പറയും, അനുബന്ധിത ചോദകം കണ്ടീഷനഡ് സ്റ്റിമുലസ് ആണ്. അതായത് നോർമലി ഉണ്ടായതല്ല, അൺകണ്ടീഷൻഡ് അല്ല. അതായത് പാവ്ലോവ് രൂപപ്പെടുത്തിയതാണ്, പാവ്ലോവ് ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തതാണ്. അനുബന്ധനത്തിന് ശേഷം മണിശബ്ദം ഉണ്ടാകുമ്പോൾ നായയിൽ ഉണ്ടാകുന്ന പ്രതികരണം, അപ്പൊ ഈ മണിശബ്ദം എന്ന് പറയുന്നതിനോട് പ്രതികരിക്കാൻ കാരണം എന്താണ്, പാവ്ലോ രൂപപ്പെടുത്തിയെടുത്തതാണ്. അതുകൊണ്ട് അതിനെന്താണ് പറയാ, അനുബന്ധിത ചോദകം കണ്ടീഷനഡ് സ്റ്റിമുലസ് ആണ്. അതിനോട് നായ ഉണ്ടാക്കുന്ന ഉമിനീർ സ്രാവം അത് നോർമലി ഉണ്ടാവുന്നതല്ല. എല്ലാ നായകളും എന്ത് ചെയ്യില്ല, മണിശബ്ദം ഉണ്ടാകുമ്പോൾ അതിനോട് ഉമിനീർ സ്രാവം ഉണ്ടാക്കില്ല. ഈ നായ ഉമിനീർ സ്രാവം ഉണ്ടാക്കാൻ കാരണം എന്താണ്, പാവ്ലോ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് അതിനെ എന്ത് പറയും, കണ്ടീഷനഡ് റെസ്പോൺസ് എന്ന് പറയും, അനുബന്ധിത പ്രതികരണം. നമുക്കറിയാം മണിശബ്ദം എന്ന് പറയുന്ന ഒരു ചോദകമാണ്, ഉമിനീർ സ്രാവം എന്ന് പറയുന്ന ഒരു പ്രതികരണമാണ്. അപ്പൊ അനുബന്ധനത്തിന് ശേഷം നായയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയതിന് ശേഷം മണിശബ്ദത്തിനോട് നായ ഉമിനീർ സ്രാവം ഉണ്ടാക്കുന്നുവെങ്കിൽ ആ മണിശബ്ദം എന്ന് പറയുന്നത് എത്തരത്തിലുള്ള ചോദകമാണ്, അനുബന്ധിത ചോദകമാണ്. അതിനോടുണ്ടാകുന്ന ഉമിനീർ സ്രാവം എന്ന് പറയുന്നതും എന്താണ്, അനുബന്ധിത പ്രതികരണമാണ്. ഈ മൂന്നാമത്തെ സ്റ്റെപ്പാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇത് പാവ്ലോ ഉണ്ടാക്കിയെടുത്തതാണ്. ഓക്കെ, അപ്പൊ ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിച്ചത്, ഈ മൂന്നാമത്തെ സ്റ്റെപ്പില് അതായത് അനുബന്ധനത്തിന് ശേഷം മണിശബ്ദം പറയുന്നത് ശ്രദ്ധിക്കട്ടെ, മണിശബ്ദം ഉണ്ടാകുമ്പോൾ അത് മാത്രം പഠിച്ചാൽ മതി. അനുബന്ധനത്തിന് ശേഷം മാത്രമുള്ളത് നിങ്ങൾ പഠിച്ചാൽ മതി. അതാണ് പ്രധാനമായിട്ടും ചോദിക്കാം. അനുബന്ധനത്തിന് ശേഷം നീ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും, ചിന്തിച്ചാൽ കിട്ടും. അനുബന്ധനത്തിന് ശേഷം, ഓക്കെ, അനുബന്ധനത്തിന് ശേഷം മണിശബ്ദം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്, ഉമിനീർ സ്രാവം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇത് എന്താ എന്നുള്ളതാ, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അനുബന്ധനത്തിന് ശേഷം മണിശബ്ദത്തോട് നായ ഉമിനീർ സ്രാവം ഉണ്ടാക്കി പ്രതികരിച്ചു. ഇവിടെ മണിശബ്ദം ഏതാണ്, നാന്നുണ്ട് താഴുണ്ടാവും അനുബന്ധിത പ്രതികരണം, അനനുബന്ധിത പ്രതികരണം, അനുബന്ധിത ചോദകം,
അനനുബന്ധിത ചോദകം, അതായത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, കണ്ടീഷൻഡ് റെസ്പോൺസ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ്, ഇങ്ങനെ 4 ഓപ്ഷൻ തരും. ഇപ്പൊ കൃത്യമായിട്ട് ഒന്ന് ചിന്തിക്കുക. അനുബന്ധനത്തിന് ശേഷം അത് പൗലോ ഉണ്ടാക്കിയെടുത്തത്, അപ്പൊ അത് കണ്ടീഷനഡ് ആണ്. ഓക്കെ അല്ലേ? കണ്ടീഷൻഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുത്തത്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കണ്ടീഷനഡ് അല്ലാത്തതോ അൺകണ്ടീഷനഡോ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ അനുബന്ധനത്തിന് ശേഷം മണിശബ്ദം എന്ന് പറയുന്നത് എന്തായിരിക്കും? പൗലോ ഉണ്ടാക്കിയെടുത്തതാണ്, അത് കണ്ടീഷനഡ് ആണ്. അതെന്താണ്? സ്റ്റിമുലസ് ആണ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, മണിശബ്ദം എപ്പോഴും എന്താണ്? ഒരു സ്റ്റിമുലസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ മണിശബ്ദം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? കണ്ടീഷനഡ് സ്റ്റിമുലസ് ആണ്. ഇനി ചോദിക്കണം, അനുബന്ധനത്തിന് ശേഷം മണിശബ്ദത്തോട് നായ ഉമിനീർ സ്രാവം ഉണ്ടാക്കി. ഇവിടെ ഉമിനീർ സ്രാവം എന്ന് പറയുന്നത് ഏതാണ്? ഏതായിരിക്കും ഇവിടെ വരുന്നത്? ഈ ഉമിനീർ സ്രാവം ഏതായിരിക്കും? അനുബന്ധനത്തിന് ശേഷം മണിശബ്ദത്തോട് നായ പ്രതികരിക്കുന്ന ഉമിനീർ സ്രാവം ഏതായിരിക്കും? ഉത്തരല്ല. ഉമിനീർ സ്രാവം എന്താ സാധനം? സ്റ്റിമുലസ് ആണോ റെസ്പോൺസ് ആണോ? ആദ്യം അതൊന്ന് ചിന്തിക്കുക. സ്റ്റിമുലസ് ആണോ റെസ്പോൺസ് ആണോ? റെസ്പോൺസ്. റെസ്പോൺസ്. അനുബന്ധനത്തിന് ശേഷം മണിശബ്ദത്തോട് റെസ്പോൺസ് ചെയ്യാന്ന് പറയുമ്പോൾ പൗലോ ഉണ്ടാക്കിയെടുത്തതല്ലേ? പൗലോ ഉണ്ടാക്കിയെടുത്തല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പറയും? അതെന്താണ്? കണ്ടീഷനഡ് റെസ്പോൺസ്. മനസ്സിലായോ? കണ്ടീഷൻഡ് റെസ്പോൺസും കണ്ടീഷൻഡ് സ്റ്റിമുലസും. അനുബന്ധത്തിന് ശേഷമുള്ള മണിശബ്ദം കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അനുബന്ധനത്തിന് ശേഷം രൂപപ്പെടുന്ന ഉമിനീർ സ്രാവം എന്താണ്? കണ്ടീഷൻഡ് റെസ്പോൺസ്. മനസ്സിലാക്കി പറയൂ. എങ്ങനെ? മലയാളം മണിശബ്ദം. മണിശബ്ദം എന്ന് പറയുന്ന അനുബന്ധിത ചോദകം. അനുബന്ധിത, മലയാളത്തിലെ അനുബന്ധിത ചോദകം എന്ന് പറയും. ഉമിനീർ സ്രാവം ബന്ധമുണ്ടാക്കിയെടുത്തതല്ല, അപ്പൊ അതിനെന്ത് പറയും? അനുബന്ധിത. എന്താണ് ഉമിനീർ സ്രാവം എന്ന് പറയുന്നത്? എന്ത് സാധന? ചോദകമാണോ പ്രതികരണമാണോ? അത് കൊടുത്താൽ മതി. അനുബന്ധിത പ്രതികരണം. അപ്പൊ ഇത് നിങ്ങൾ എന്താ ചെയ്യാൻ ഓർത്ത് വെക്കാം. പിന്നെ അനുബന്ധനം നടക്കുന്നതിന് മുമ്പ് അനുബന്ധനത്തിന് മുമ്പ് എന്തുണ്ട്? ഇനി അനുബന്ധത്തിന് മുമ്പുള്ളതൊന്ന് ആലോചിച്ച് ഒന്ന് ഉത്തരം പറയാം കേട്ടോ. അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടെണ്ണാണ്. അനുബന്ധനത്തിന് മുമ്പാണെങ്കിൽ, ഓക്കെ, അനുബന്ധനത്തിന് മുമ്പാണെങ്കിൽ അവിടെ ചോദിക്കുക ഇറച്ചിയാണ്. ഇറച്ചി അല്ലെങ്കിൽ ഭക്ഷണം, ഇറച്ചി. ഇറച്ചിയോട് നായ എന്ത് ചെയ്യും? ഉമിനീർ സ്രാവം ഉണ്ടാക്കും. ഈ ഇറച്ചിയോട് നായ ഉമിനീർ സ്രാവം ഉണ്ടാക്കുക എന്ന് പറയുമ്പോ ഈ ഇറച്ചി എന്ന് പറയുന്നത്, ഉമിനീർ സ്രാവം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പൗലോ ഉണ്ടാക്കിയെടുത്തതാണോ? പൗലോ ഉണ്ടാക്കിയെടുത്തതാണോ? പൗലോന്റെ വകയാണോ? ഇറച്ചി കാണുമ്പോൾ നായ നായയിൽ എന്തുണ്ടാകുന്നത്? ഉമിനീർ സ്രാവം ഉണ്ടാകുന്നതാണോ? അല്ല. അല്ല. അപ്പൊ അതെന്താണ്? അതിനല്ലാത്തത്, ഉണ്ടാക്കിയെടുക്കാത്തതിനെയാണ് അൺകണ്ടീഷനഡ് എന്ന് പറയാം. അനനുബന്ധിതം എന്ന് പറയാം. മലയാളത്തില് അനനുബന്ധിതം, അൺകണ്ടീഷനഡ്. ഈ ഇറച്ചി എന്ന് പറയുന്നത് എന്താ? ചോദകമാണോ പ്രതികരണമാണോ? അത് കൊടുത്താൽ മതി. ഇറച്ചി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ചോദകമാണോ പ്രതികരണമാണോ? ചോദകം. അപ്പൊ അനനുബന്ധിത ചോദകം. അനുബന്ധനത്തിന് മുമ്പ് നൽകുന്ന ഇറച്ചി എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഇറച്ചി എന്താണ്? അനനുബന്ധിത ചോദകമാണ്. അനനുബന്ധിത ചോദകം, അൺകണ്ടീഷണൽ ചോദകമാണ്. പറയാൻ കാരണം എന്താണ്? അത് പാവ്ലോവിന്റെ വക ഉണ്ടായതല്ല, പാവ്ലോവ് രൂപപ്പെടുത്തിയത് അല്ല എന്നതുകൊണ്ടാണ് ആ രീതിയിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി സ്വാഭാവികമായിട്ട് ഉമിനീർ സ്രാവം ഉണ്ടാക്കും. ഇറച്ചി കണ്ടാൽ ഏത് നായാണെങ്കിലും എന്ത് ചെയ്യും? ഉമിനീർ സ്രാവം രൂപപ്പെടും. ഓക്കെ, അപ്പൊ അത് എന്താണ്? പൗലോ ഉണ്ടാക്കിയെടുത്തതല്ല. അതുകൊണ്ട് അതിനെന്ത് പറയാം? അനനുബന്ധിതം. അല്ലാത്ത, ഉണ്ടാക്കിയെടുക്കാത്തത് അനനുബന്ധിതം, ഉണ്ടാക്കിയെടുത്തത് അനുബന്ധിതം, കണ്ടീഷണഡ്. അനനുബന്ധിതം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണഡ്, അനനുബന്ധിതം. ഓക്കെ, ഇനി അനനുബന്ധിതമാണ് എന്ന് പറഞ്ഞു. ഇനി ഇത് എന്താണ്? സ്റ്റിമുലസ് ആണോ റെസ്പോൺസ് ആണോ? അല്ലെങ്കിൽ ചോദകമാണോ പ്രതികരണമാണോ? എന്താണ് അനനുബന്ധിത? അനനുബന്ധിത എന്താണ്? ഉമിനീർ സ്രാവം നായിൽ നിന്നുണ്ടായി എന്തായിരിക്കും?
റെസ്പോൺസ് പ്രതികരണം. ഓക്കെ, അപ്പൊ ഇവിടെ അനനുബന്ധിത പ്രതികരണം. ഓക്കെ അല്ലേ? ഈ രണ്ടെണ്ണാണ് പ്രധാനമായിട്ടും അനുബന്ധനത്തിന് ശേഷമുള്ളതാണ് ചോദിക്കുക. ഓക്കെ, അനുബന്ധനത്തിന് ശേഷം വരുന്ന നായയിൽ ഉണ്ടാകുന്ന മനുശബ്ദത്തോട് നായ എന്തുണ്ടാക്കും? ഉപനീർ സ്രാവം ഉണ്ടാക്കും. അപ്പൊ ഇത് രണ്ടും ചോദിക്കാം. അനുബന്ധനത്തിന് ശേഷം മനുശബ്ദത്തോട് ഉണ്ടാക്കുന്ന നായ ഉപനീർ സ്രാവം ഉണ്ടാക്കുന്നു. ഇതിൽ ഉമനീർ സ്രാവം എന്താണെന്ന് ചോദിച്ചാൽ അത് അനുബന്ധിതമായ പ്രതികരണമാണ്, കണ്ടീഷണഡ് റെസ്പോൺസ് ആണ്. അവിടെ മനുശബ്ദം എന്ന് പറഞ്ഞാൽ നായമായിട്ട് പാവ്ലോവ് ഉണ്ടാക്കിയ ബന്ധമാണ്, അതുകൊണ്ട് കണ്ടീഷണഡ് സ്റ്റിമുലസുമാണ്. ഇനി അനുബന്ധനത്തിന് മുമ്പ് നടക്കുമ്പോഴൊന്നും ചോദിക്കൂല, അനുബന്ധനം നടക്കുമ്പോൾ ഉള്ളത് ചോദിക്കൂല. പിന്നെ ഒരു സാധ്യതയുള്ള അനുബന്ധനത്തിന് മുമ്പാണ്. അനുബന്ധനത്തിന് മുമ്പ് ഇറച്ചി എന്ന് പറയുന്നത് എന്താണ്? അത് നോർമലി ഉള്ളതാണ്. അതെന്താണ്? അനനുബന്ധിത ചോദകം. ഓക്കെ ഓക്കെ, അനനുബന്ധിത ചോദകമാണ് ഇറച്ചി എന്ന് പറയുന്നത് അനുബന്ധനത്തിന് മുമ്പ്. അതിനോട് നായയിൽ എന്തുണ്ടാകുന്നു? ഉമനീർ സ്രാവം ഉണ്ടാകുന്നു. ഓക്കെ, അതിനോട് നായയില് ഉണ്ടാകുന്നു. അതെന്താണ്? അനനുബന്ധിതമായ പ്രതികരണമാണ്. അതായത് പൗലോവ് ഉണ്ടാക്കിയെടുത്തല്ല, അതാണ് അനനുബന്ധിതം എന്നോട് ഉദ്ദേശിക്കുന്നത്. ചിന്തിച്ചാൽ കിട്ടും, നോർമലി ഏത് നായ ആണെങ്കിലും എന്തുണ്ടാവും? ഉമനീർ സ്രാവം രൂപപ്പെടും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് പാവ്ലോവിന്റെ പരീക്ഷണം. അപ്പൊ പാവ്ലോവ് എന്താ ചെയ്തത്? ഒരു ബന്ധം ഉണ്ടാകുക. അതാണ് പറഞ്ഞത്, പൗരാണികാനുബന്ധനം എന്ന പേരിലാണ് ആരുടെ ആശയങ്ങൾ അറിയപ്പെടുന്നത്? പാവ്ലോവിന്റെ ആശയങ്ങൾ അറിയപ്പെടുന്നത്. അതായത് സൈക്കോളജിയിൽ ഇങ്ങനെ ഒരു ബന്ധം രൂപപ്പെടുക. ഇപ്പൊ ഒരു ബന്ധം കണ്ടില്ലേ? മനുശബ്ദം, അതിനോട് നായ്ക്കൊരു ബന്ധം, മനുശബ്ദത്തോടു കൂടി എന്ത് ചെയ്യുന്നു? മനുശബ്ദം ഉണ്ടാകുമ്പോൾ ഓക്കെ, മനുശബ്ദം ഉണ്ടാകുമ്പോൾ അതിനോട് എന്തുണ്ടാകുന്നു? നായിൽ ഉമനീർ സ്രാവം ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു ബന്ധം പാവ്ലോവ് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ, ആദ്യമായിട്ട് രൂപപ്പെടുത്തിയത് കൊണ്ട് തന്നെ അനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ പൗരാണികാനുബന്ധനം അങ്ങനെയും പറയാം. അങ്ങനെയാണ് പ്രധാനമായിട്ട് പറയല്ലേ, ക്ലാസിക്കൽ കണ്ടീഷനിൽ അല്ലെങ്കിൽ വെറും എന്ത് പറയാം? അനുബന്ധന സിദ്ധാന്തം എന്ന് പറയാം. ഓക്കെ, അനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ പൗരാണികാനുബന്ധനം എന്ന് പറയുന്നത് ആരാണ്? പാവ്ലോവിൻ്റെതാണ്. ഓക്കെ അല്ലേ? അദ്ദേഹം എന്ത് ചെയ്തു? നായയില് പരീക്ഷണം നടത്തി. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും പാവ്ലോവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ തിയറികളുടെ ആശയങ്ങളുണ്ട്, അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആൻസർ. ഇപ്പൊ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിയറികളാണ്. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് വ്യവഹാരവാദമാണ്. ഇപ്പൊ മനസ്സിലായില്ല എന്താണ് ചോദകം റെസ്പോൺസ് എന്നുള്ളത്? അതായത് ഒരു പ്രതികരണത്തിന് കാരണമാകുന്ന സ്റ്റിമുലസ്, അങ്ങനെ സ്റ്റിമുലസ് രൂപപ്പെടുമ്പോൾ അതിനോട് എന്തുണ്ടാവും? റെസ്പോൺസും ഉണ്ടാകും എന്ന് വാദിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയാണ് പഠനം നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് സ്വഭാവം നടക്കുന്നത്. ഈ രീതിയിൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു തിയറിയാണ് ഏത്? വ്യവഹാരവാദം എന്ന് പറയുന്നത്. ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് ചോദിക്കും, ചോദക പ്രതികരണത്തെ കുറിച്ച് അല്ലെങ്കിൽ ചോദകം പ്രതികരണത്തെ ഊന്നിക്കൊണ്ട് തിയറി അവതരിപ്പിച്ചതാര്? അങ്ങനെ പല രീതിയിൽ വരും. അവിടെ എന്തുണ്ടാവും? ചോദകം പ്രതികരണം, സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ടേം ഉണ്ടാവും. അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? വ്യവഹാരവാദം, ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്തു വെക്കാം. ഈ വ്യവഹാരവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞർ ഈ ടീമിൽ പെടുന്ന ആളുകളാണ് ആര്? വാട്സന്. അത് പഠിച്ചു നോക്കണം കേട്ടോ. വാട്സന്, പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ, ഇവര് 4 പേര് പഠിച്ചാൽ മതി. ഇവര് 4 പേരുമാണ് ഏത്? പ്രധാനപ്പെട്ട വ്യവഹാരവാദികൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് വാട്സനെ കുറിച്ചായിരുന്നു. വാട്സൺ ആണ് ഈ വ്യവഹാരവാദ മനഃശാസ്ത്രം ആദ്യമായിട്ട് എന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്. അതേപോലെ തന്നെ വ്യവഹാരവാദ മനഃശാസ്ത്രത്തിന് കൂടുതൽ ശാസ്ത്രീയപരമായ അല്ലെങ്കിൽ സൈദ്ധാന്തികമായിട്ടുള്ള ഒരു അടിത്തറ രൂപീകരിച്ചതൊക്കെ ആരാണ്? JB വാട്സൺ ആണ്. ഓക്കെ, അദ്ദേഹം സ്വന്തം മകനായ ആൽബർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അത് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന പേരിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് പരിസരം. അതൊന്നും പ്രാധാന്യമില്ല കേട്ടോ, ഈ 2 പോയിന്റുകൾക്ക് അത്ര പ്രസക്തിയൊന്നുമില്ല. ഓക്കെ, പരിസരമാണ് ഒരു ശിശുവിന്റെ പ്രതികരണത്തെ അല്ലെങ്കിൽ ശിശു വികാസത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറഞ്ഞു. ചോദകളെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾ വേണമെങ്കിലും രൂപപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, അത് അദ്ദേഹമാണ് പറഞ്ഞത്. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഏത്? ഈ ഒരു പോയിന്റ്, എനിക്ക് ആരോഗ്യമുള്ള ഒരു ഡസൻ കുഞ്ഞുങ്ങളെ തരൂ. എനിക്ക് ആരോഗ്യമുള്ള ഒരു ഡസൻ കുഞ്ഞുങ്ങളെ തരൂ. അവരെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്താണോ നിങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്